ഇങ്ങനെ നടക്കുന്ന തേർവാഴ്ച കൊണ്ട് ഈ കേരളത്തിലെ ഒരു SFIക്കാരനെ നിങ്ങൾക്ക് പിന്നോട്ട് വലിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഓരോ SFIക്കാരൻ ഏറ്റുവാങ്ങേണ്ട മർദ്ദനങ്ങൾക്ക് ചുറ്റും, ആ മർദ്ദനങ്ങൾക്ക് ശേഷവും മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന SFIക്കാരന് വേണ്ടി ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കാൻ 1000 പുതിയ വിദ്യാർത്ഥികൾ ഈ കേരളത്തിനകത്ത് സംഘടിക്കുമെന്ന് നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ SFIക്കും KSUവിനൊന്നും പ്രവർത്തിക്കാൻ പിള്ളേരെ കിട്ടുന്നില്ലെന്ന് വ്യാപകമായ ആരോപണമുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് സകല പിള്ളേരും വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിക്ക് മുന്നിലെത്തിയിരുന്നു. പതിവ് പോലെ തന്നെ സ്വന്തം പ്രവർത്തകർ തന്നെ കല്ലെടുത്ത് ED ആക്രമിച്ചപ്പോൾ അവരിൽ പകുതിയും ജീവനും കൊണ്ട് ഓടി. അതാണല്ലോ സ്ഥിരമായി നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഭരണപക്ഷത്തായിരുന്നതിൻ്റെ ഒരു തണുപ്പ്, ശീതളിമ ഈ കൊച്ചു പിള്ളേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള 5 വർഷം അത് അവർക്ക് പ്രതിഷേധത്തിനായി റോഡിൽ ഇറങ്ങാനുള്ളതാണ്. നിരവധി PPDP കേസുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. എന്തായാലും പാർട്ടിക്ക് CPMന് ഒരുപാട് പണം ചിലവാക്കേണ്ടി വരുമെന്ന് ചുരുക്കം. കാരണം ഇവരെയൊക്കെ നിരത്തിലിറങ്ങുന്ന ഇവരെയൊക്കെ തിരിച്ച് ജയിലിൽ നിന്നും ഇറക്കണമെങ്കിൽ ഒരുപാട് പണം സർക്കാരിൽ കെട്ടിവെക്കേണ്ടി വരും. ഒരുപക്ഷെ VD സതീശൻ പറയുന്ന സർക്കാരിൻ്റെ ആ സാമ്പത്തിക പ്രതിസന്ധി അതൊന്ന് അയവ് വരുത്താൻ ഈ പണം മതിയാകും. എന്തായാലും ഒരു പച്ച പരമാർത്ഥത്തിലേക്ക് പോകാം. മുസ്ലിം പിള്ളേർ ഒരു 20-22 വയസ്സ് വരെ നാട്ടിൽ സകല തൊട്ടിത്തരവും ചെയ്ത് നടക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് ആടിൻ്റെ തലയൊക്കെ വെട്ടി കമ്പിൽ കുത്തിക്കൊണ്ട് ഇങ്ങനെ നിരത്തിലൂടെ നടക്കുകയാണ്. അതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. വലിയ വലിയ ചെയ്തികൾ വേറെ പലതുണ്ട്. അതൊക്കെ ചെയ്ത് തൃപ്തി അടയുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇളയപ്പാൻ ആരെങ്കിലും വിളിച്ച് ഗൾഫിലേക്ക് പോകും. 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ താടിയൊക്കെ വളർത്തി ദൈവഭയമുള്ള വിശ്വാസിയായി മതമനുസരിച്ച് ജീവിക്കുന്ന ഭയങ്കര ഡീസൻ്റ് മനുഷ്യനായി വരും. വന്നൊരു പെണ്ണ് കിട്ടും, വീട് വയ്ക്കും. 10 പുത്തനുള്ളവനാണെങ്കിൽ എന്തേലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങും. കൂടെ സമൂഹത്തിലൊരു നിലയും വിലയുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കും. ബാക്കി പിന്നെ ക്രിസ്ത്യാനി പിള്ളേരും ഒരു ഭാഗം ഇതുപോലെ 12 കഴിഞ്ഞാൽ നേരെ ഡിഗ്രിക്ക് പഠിക്കാനെന്ന് പറഞ്ഞ് യൂറോപ്പിലേക്ക് അങ്ങ് മുങ്ങും. എന്നിട്ട് അവിടെ അങ്ങ് സെറ്റിലാകും. പിന്നെ വല്ല അടിയന്തരത്തിനും മാമോദീസയ്ക്കുമൊക്കെ നാട്ടിൽ വന്നാലായി, വന്നില്ലെങ്കിലായി. മറ്റേ ഭാഗം പിള്ളേർ നേരെ ഡിഗ്രിയെ കഴിഞ്ഞ് ഗൾഫിലോ യൂറോപ്പിലോ US ഒക്കെ പോയി ജീവിതം അവിടെ സെറ്റാക്കും. അടിപൊളി. ഹിന്ദു പിള്ളേർ പഠിക്കുന്ന കാലത്ത് എത്തപ്പ എന്നൊക്കെ പറഞ്ഞ് നെകളിപ്പാണ്. അക്കാലയളവിൽ 2-3 പോലീസ് കേസ്, അടിപിടി, കഞ്ചാവ്, മയക്കുമരുന്ന് എന്ന് വേണ്ട സകല തൊട്ടിത്തരങ്ങളും എടുത്ത് പയറ്റും. ഒടുക്കം കോഴ്സ് മുഴുവനാക്കാൻ പറ്റാതെ പുറത്തിറങ്ങി വേലയും കൂലിയുമില്ലാതെ നാട്ടിൽ തേരാപാര നടക്കുമ്പോൾ കുറേ കാലം DYFIയിലോട്ടങ്ങ് പോകും. അതിൽ നടന്ന് പിന്നെയും കേസും അടിപിടിയുമൊക്കെ ആയി തൊലിഞ്ഞിരിക്കുമ്പോഴാണ് വല്ല നേതാവിൻ്റെയും പെട്ടി പിടിക്കാനോ ദേവസ്വം അമ്പലത്തിലോ സൊസൈറ്റിയിലോ ഒക്കെ താൽക്കാലിക ജീവനക്കാരനെ കയറും. ആ കൂന്തളിപ്പിൽ പാർട്ടിയോട് ആജീവനാന്ത ആത്മാർത്ഥതയും വിധേയത്വവും ഒക്കെ പൂക്കും. അതങ്ങനെ ജീവിച്ചു തീർക്കും. പെണ്ണ് കെട്ടിയിൽ കെട്ടി, അല്ലെങ്കിൽ ഒളിപ്പോർ സമരം നടത്തും. നാട്ടിൽ കയറി പിടിച്ചാൽ കെട്ടിയിട്ട് നാണം കെടുത്തും. മറ്റുള്ളവർ ആത്മാഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കുമ്പോൾ ഈ അടിമക്കൂട്ടങ്ങൾ നേതാവിൻ്റെ താങ്ങിയും തലോടെയും ജീവിച്ച് കാലം കഴിക്കും. ഒടുവിൽ അവനവൻ്റെ ചിരത്തരം കാരണം ജീവിതം തൊലഞ്ഞു പോയതിന് മൊത്തം കുറ്റം മനുസ്മൃതിക്ക്, ജാതിവർണ്ണങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, സനാതനധർമ്മത്തിന് ഒക്കെ പറയും. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? 10 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇവർ പ്രതിപക്ഷത്താണ്. വീണ്ടും തെരുവുകളിൽ HFI അടക്കം പിള്ളേർ ഇറങ്ങും, ഉറപ്പ്. നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കും. ഒരു ടീം മൈദ തേച്ച് പോസ്റ്റൊട്ടിക്കും, മറ്റൊരു ടീം കൊടി പിടിച്ച് റോഡിലിറങ്ങും, മറ്റൊരു ടീം അടിയുണ്ടാക്കി ജയിലിൽ പോകും, ഇനിയൊരു ടീം പൊതുക്കച്ചവടം തകൃതിയായി നടത്തും. ഈ പൊതു ടീമാകും ഭാവിയിലെ നേതാക്കൾ. മുമ്പേ പറഞ്ഞവരൊക്കെ തേഞ്ഞൊട്ടും. അതുകൊണ്ടാണ് കോളേജിൽ പോയി വല്ലപ്പോഴും 4 അക്ഷരം പഠിക്കാൻ നോക്കും പിള്ളേരെന്ന് പറഞ്ഞത്. 4-5 കൊല്ലം കഴിഞ്ഞ് ഈ സർക്കാരിനെ താഴെ ഇറക്കി നേതാവാകുന്നൊക്കെയാണ് പലരുടെയും ആഗ്രഹം, സ്വപ്നം. പക്ഷേ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി പവർക്കട്ടാണേ. കണ്ടില്ലേ നമ്മുടെ ശിവൻകുട്ടി സഖാവ് ചെന്നിരുന്ന ആ ജയിലിൽ പോയ ഒരു സഖാവിൻ്റെ വീട്? എന്ത് കഷ്ടമാണ്. ആ ചിത്രം കണ്ട് സങ്കടം തോന്നാത്ത ആരാണ്? ആരെങ്കിലും കളിയാക്കിയോ? ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ കളിയാക്കിയോ? ഇല്ല. കാരണം ആ വീടിൻ്റെ ഗതി അതാണ്.
മിക്കവാറുമുള്ള ഈ നേരത്തെ പറഞ്ഞൊരു കൊടി പിടിക്കാൻ പോകുന്നതും മൈദ സഖാക്കളുടെ ഒക്കെ വീട് ഇങ്ങനെയാണ്. അവനായിട്ടൊന്നും സമ്പാദിച്ചു കൊടുക്കില്ല, അവനറിയില്ല. അവന് നേതാക്കൾ എന്ത് പറയുന്നോ പെട്ടുപിടിക്കാൻ പോലും അറിയില്ല. നേതാക്കൾ രണ്ടടി അകലെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉത്തരവിടും. അത് റാൻമൂളി കേട്ട് അത് തന്നെ കൊണ്ടാകുന്ന രീതി ചെയ്ത് അവൻ്റെ സംതൃപ്തി അടയും. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ ഇങ്ങോട്ട് അടിമ സഖാവായി, മൈദ സഖാവായി, കൊടി പിടിക്കുന്ന സഖാവായി, നേതാവിന് അന്നത്തിനുള്ള വക കണ്ടെത്തുന്ന സഖാവായി ഒക്കെ നടക്കും. അവിടെയാണ് ഇവരുടെയൊക്കെ ഗതികേട് ആലോചിക്കുന്നത്. ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലുമുള്ള പിള്ളേർ കൃത്യമായി അവർക്ക് ജീവിക്കാൻ അറിയാം. അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും അത് സെക്കൻഡറിയാണ്. പ്രൈമറി, ആദ്യത്തെ ലക്ഷ്യം അവരുടെ ജീവിതം തന്നെയാണ്. നോക്കൂ, നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, ചുറ്റുവട്ടം നോക്കൂ. നിങ്ങളുടെ അവിടെയൊക്കെ കുടുംബങ്ങളുള്ള കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ചുരുക്കം ചില തകരാറുകൾ മാത്രമാണ് തെറ്റിയും തെറിച്ച് വന്ന് വീഴുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, സമരങ്ങൾ തുടങ്ങാറായി, ആശുപത്രികളിൽ പുഴുവരിക്കുന്ന വിഷയങ്ങൾ വരുന്നു, ആശുപത്രികളിലെ പല അനാസ്ഥയും പുറത്തു വരുന്നു. ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു. തിരുവനന്തപുരം ഭരിക്കുന്നത് നഗരസഭയാണ്. പിന്നെ തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക MLA-മാരും കോൺഗ്രസ്സുകാരാണ്, മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് അനവധി ഫ്രീ ആയിട്ടുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തെ SFI DYFI പിള്ളേരെ തേടിയിരിക്കുന്നത്. ഒരു ജോലിക്കും പോണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടി പിടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച്, പഴയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് വിളിക്കുന്നത്, ഇതൊക്കെ വിളിച്ച് ഇവിടെ അങ്ങ് കിടന്നുകൊള്ളുക. മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഒടുവിൽ കല്ലേറാകുമ്പോൾ പോലീസ് പിടിക്കും. പിന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങണമെങ്കിൽ പണം കെട്ടിവെക്കണം. പൊതുമുതൽ നശിപ്പിച്ചതിന് PPDP ആക്ട്. പണം കെട്ടിവെച്ചാൽ മാത്രമേ പുറത്തിറങ്ങാനാകൂ. നിസ്സാര പിഴയൊന്നുമല്ല, നശിപ്പിച്ച ആ വസ്തുവിന് മൊത്തം വിലയും നൽകേണ്ടി വരും. ബസ്സെങ്കിൽ ബസ്, കെട്ടിടമെങ്കിൽ കെട്ടിടം, സർക്കാർ വണ്ടിയെങ്കിൽ സർക്കാർ വണ്ടി. പൊതുമുതൽ നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ED കാരണം വന്ന പുതിയ നിർവചനം എന്താണ്? ഒരു ടാക്സി വാഹനമായാലും അതിനകത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് ആ വാഹനം പോകുന്നതെങ്കിൽ അതും പൊതുമുതൽ തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഏത് വാഹനം കണ്ടാലും സർക്കാരിൻ്റെ കേരള സ്റ്റേറ്റ് ബോർഡുകളിലും ഇനിയെങ്കിലും അത് കത്തിക്കാനോ അടിച്ചു പൊട്ടിക്കാനോ ഒന്നും നിൽക്കരുത്. സമാധാനപരമായി നിരത്തിലിറങ്ങി സമരം ചെയ്യുക. ചിലപ്പോൾ സെക്രട്ടറിയിലിരിക്കുന്ന സതീശനടക്കം ദൈവങ്ങൾ, മുഖ്യമന്ത്രി അടക്കം ദൈവങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും, കേൾക്കുമായിരിക്കും, നിങ്ങളുമായി ചർച്ചയ്ക്ക് വരുമായിരിക്കും. അതുകൊണ്ട് സമാധാനപരമായി മുന്നോട്ട് പോകാൻ പഠിക്കുക പിള്ളേരെ. എന്തെങ്കിലും പോയി നേരത്തെ പറഞ്ഞതുപോലെ 4 അക്ഷരം കോളേജിൽ പോയി പഠിക്കും. അങ്ങനെ പഠിച്ചാൽ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ആ സഖാവിൻ്റെ വീട് പോലെ ആ സഖാവ് ജോലിക്ക് പോയി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോയി ഇച്ചിരി പെയിൻറ്റ് വാങ്ങിച്ച് ആ ചുമരിലടിക്കാനുള്ളൊരു ബുദ്ധിയെങ്കിലും ആ സഖാവിനുണ്ടായിരുന്നെങ്കിൽ പല ജയിലിൽ കിടക്കുന്ന പല സഖാക്കന്മാരുടെയും അവസ്ഥ, ഗതികേട് ഒക്കെ ഇതുതന്നെയാണ്. ഒരു ഉപദേശം കൂടി, നിങ്ങളെങ്കിലും നന്നാകാൻ നോക്ക്. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളുടെ മുന്നാലെ പോയി നന്നായിക്കൊള്ളും. നിങ്ങൾ അതോർത്ത് മാതൃകയാക്കരുത്. നിങ്ങളായി നന്നാകാൻ നോക്ക്. ജനിപ്പിച്ചു വിട്ട മാതാപിതാക്കൾക്കെങ്കിലും ഒരല്പം മനസ്സമാധാനം കൊടുക്കണം. കേരളത്തിലെ പോലീസുകാർ, ജനത്തിന്.